കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ വിജയലക്ഷ്മി എന്ന 40-കാരിയുടെ മൃതദേഹം ആലപ്പുഴ കരൂർ ഇന്ന് ഒരു വീട്ടുവളപ്പിൽ നിന്ന് പുറത്തെടുത്തു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവരെ കാണാനില്ലായിരുന്നു. വിജയലക്ഷ്മി എന്ന 40-കാരി, അവർ കരുനാഗപ്പള്ളി സ്വദേശിയാണ്. അവരുടെ സഹോദരി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സഹോദരിയെ കാണാനില്ല. ഏതായാലും കരുനാഗപ്പള്ളി പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. 57 പോലീസ് ആക്ട് പ്രകാരം മേൻ മിസ്സിങ്. കഴിഞ്ഞ 6-ാം തീയതി മുതലാണ് അവരെ കാണാതെ ആയിരിക്കുന്നത്. പക്ഷേ 13-ാം തീയതി മാത്രമാണ് കരുനാഗപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം പോലീസിന് വിജയലക്ഷ്മിയുടെ ഒരു മൊബൈൽ ഫോണ് ഓഫ് ചെയ്ത നിലയിൽ എറണാകുളത്ത് KSRTC ബസ്സിനകത്ത് നിന്ന് ലഭിച്ചു. എറണാകുളം സിറ്റി പോലീസ് അതിൻ്റെ മൊബൈൽ നോക്കി. അതിനകത്ത് ആലപ്പുഴ കരൂരുള്ള പുറക്കാട്ട് താമസിക്കുന്ന ജയചന്ദ്രൻ്റെ അടുത്തേക്കാണ് കൂടുതലും കോളുകൾ പോയിരിക്കുന്നത്. അയാൾ തിരിച്ചു വിളിച്ചിരിക്കുന്നു. ഏതായാലും കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഇവരെ കാണാതെ പോയ കേസിൽ ആ വ്യക്തിയുടെയാണ് ഈ ഫോണെന്ന് തിരിച്ചറിഞ്ഞു. ഏതായാലും ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്തു. ഏതായാലും അവസാനത്തെ കോള് അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അമ്പലപ്പുഴയിലെ ക്ഷേത്രത്തിലെ മിക്കവാറും ദിവസം തൊഴാൻ ഇവർ വരും. ജയചന്ദ്രന് പുറക്കാട് മത്സ്യത്തൊഴിലാളിയാണ്. അയാൾ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അയാളുടെ ഭാര്യ പല വീടുകളിലും ജോലിക്ക് പോകും, ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. മിക്കവാറും വീട്ടിലില്ല, വേറെ വരുമാന മാർഗമില്ല. ഒരു മകനുണ്ട്, അത് ഭാര്യ വീട്ടിലാണ്. ഇയാൾ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. വീട് അടുത്ത കാലത്ത് പുതുക്കി പണിതു. ചെറിയ വീടാണേലും നന്നായിട്ട് അത് പെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടിരുന്നു. ഏതായാലും അവിടെ വന്നു എന്ന് പോലീസിന് മനസ്സിലായി. ഇയാളെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. ഏതായാലും 3-4 ദിവസത്തെ ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിച്ചു. വീടിൻ്റെ പരിസരത്ത് ഉള്ള ഒരു പ്ലോട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അവരും ഞാനും തമ്മിൽ ബന്ധങ്ങളുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. വളരെ നാളുകളായി ഇവർ പലിശയ്ക്ക് പണം കൊടുക്കുന്ന സ്ത്രീയാണ്. പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്, പല ആൾക്കാർക്കും പണം കൊടുത്തിട്ടുമുണ്ട്. സുധീഷ് എന്നൊരാളുമായിട്ട് ബന്ധമുണ്ട്. അയാളുടെ കോള് വെളുപ്പാങ്കാലത്ത് 2 പേരും ഒന്നിച്ച് ആ പുറക്കാട് വീട്ടിൽ കിടക്കുമ്പോൾ ഒരു കോള് വന്നു. വെളുപ്പാൻ 4 മണിക്ക്. അത് സുധീഷ് എന്ന വ്യക്തിയുടെയാണ്. അതിനെ സംബന്ധിച്ച് വഴക്കുണ്ടായി. താനെ അവരെ അടിച്ചു, അവരെ തലക്കിട്ടടിച്ചു, അവർ മരിച്ചുപോയി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഏതായാലും അവിടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു പ്ലോട്ടിൽ അവരെ ഇയാൾ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ടുപോയി കുഴിച്ചിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ പട്ടിയൊക്കെ മാന്താൻ തുടങ്ങി. മണം വന്നിട്ടുണ്ടാവും. അയാൾ അവിടെ കോൺക്രീറ്റ് ചെയ്തു അതിൻ്റെ മുകളിൽ, കാരണം പട്ടി മാന്താതിരിക്കാൻ. അങ്ങനെ അടുത്ത പ്ലോട്ടിൽ അവരെ കുഴിച്ചിട്ടു. ഏതായാലും പോലീസിനടുത്ത് കുറ്റം സമ്മതിച്ച് പോലീസ് 3-4 ദിവസം കൊണ്ട് അവിടെയൊക്കെ വന്ന് കറങ്ങി. ഇയാൾ പല സ്ഥലങ്ങളും കുഴിച്ചിട്ട സ്ഥലം മാറ്റി മാറ്റി പറഞ്ഞു. എന്തായാലും ഇന്ന് ആലപ്പുഴ SP നേതൃത്വത്തിൽ അവിടെ പോലീസ് എത്തി. അയാൾ പറഞ്ഞ സ്ഥലം ലൊക്കേഷൻ കുഴിച്ചു, ഡെഡ് ബോഡി കിട്ടി. 6-ാം തീയതി തന്നെ അവരെ കൊന്നിരിക്കുന്നു. അവരെ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ മോഷ്ടിച്ചിരുന്നു. അതുമുതലും പോലീസ് കണ്ടെടുത്തി. അവരുടെ സ്വർണം ആഭരണങ്ങൾ കൈവശം ഉണ്ടായിരുന്നത് മാത്രമല്ല, അവരുടെ പണം കൈവശം ഉണ്ടായിരുന്നത് ഇയാൾ കൈക്കലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇയാളുമായിട്ട് നേരത്തെ ഇവർ കരുനാഗപ്പള്ളിയിൽ ഈ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അവർക്ക് 2 മക്കളുണ്ട്. ഭർത്താവുമായിട്ട് അവരും പിണക്കത്തിലാണ്. പലർക്കും അവർ പണം പലിശയ്ക്ക് കൊടുക്കും, നല്ല പലിശ വാങ്ങിക്കുകയും ചെയ്യും. പക്ഷേ ഇത് കുഴിച്ചിട്ട ശേഷം പോലീസിനെ മിസ്ലീഡ് ചെയ്യാനും ഈ കോൾ ഡീറ്റെയിൽസ് എടുത്ത് പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ മൊബൈൽ ഫോണ് KSRTC ബസ് സ്റ്റാൻഡിൽ അവിടെ ഒരു ബസ്സിൻ്റെ അകത്ത് ഇട്ടിട്ട് പോയി. പോലീസ് ആ വഴിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ ഉദ്ദേശിച്ച് തന്നെയായിരുന്നു മൊബൈൽ അവിടെ ഇട്ടത്. ഒരിക്കലും ഇയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കുമെന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല.
പക്ഷേ കോൾ ഡീറ്റെയിൽസ് ഇയാളുമായിട്ട് ധാരാളം വന്നപ്പം പോലീസ് സംശയിച്ച് കസ്റ്റഡിയിലെടുത്തു. എറണാകുളത്തെ മൊബൈൽ ഫോൺ കാണിച്ചു. അയാൾ കുറ്റം സമ്മതിച്ചു. വീടിൻ്റെ പരിസരത്തുണ്ട്, കുഴിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് RDOയും ആലപ്പുഴ SP അവിടുത്തെ DYSPയും പോലീസും എല്ലാം വന്ന് അവിടെ മാന്തി ഡെഡ് ബോഡി കണ്ടു. ഒരു നഗ്നമായ ഡെഡ് ബോഡിയായിരുന്നു. മുഖമൊക്കെ വികൃതമായിരിക്കുന്നു. കാരണം ഏകദേശം ഇപ്പം ഇന്ന് 18-19 തീയതിയായി. ഏകദേശം 2 ആഴ്ചത്തെ പഴക്കം ഡെഡ് ബോഡിക്കുണ്ട്. അയാൾ താമസിക്കുന്ന വീടിനടുത്ത് പണി തീരാത്ത ഒരു വീടിൻ്റെ അകത്ത് വശത്ത് എന്തോ കത്തിച്ച് കളഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു പോലീസ്. അത് മൃതദേഹമാണെന്ന് ആദ്യം സംശയിച്ചു. അല്ല, ഇവരുടെ കൈവശമുള്ള ഇവരെ തുണികളും അല്ലെങ്കിൽ ഇവരുടെ ബാഗും ഇവരുടെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ആയിരിക്കണം അത് കത്തിച്ചിരിക്കുന്നത്. ഈ ബോഡി നേക്കഡായിരുന്നു. അവരുടെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ കാണാനില്ല. ഏതായാലും വീട്ടുകാരും അവരുടെ സഹോദരിയും മറ്റവരും വന്ന് ഇവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നാലും മുഖം ഡിസ്ഫിഗർ ആയിട്ടുണ്ട്. ഹൈലി ഡീകമ്പോസ്ഡാണ് ബോഡി. ഏകദേശം ഇപ്പോൾ തന്നെ എങ്ങനെയായാലും 12-13 ദിവസത്തെ പഴക്കമുണ്ട് ബോഡിക്ക്. അതിൻ്റെതായ മാറ്റങ്ങൾ സംഭവിച്ചു. ഏതായാലും അവിടെ നിന്ന് അത് പ്ലാസ്റ്റിക് കവറിലാക്കി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഏതായാലും തലക്കിട്ട് അടിച്ചത് ഇയാൾ വെട്ടുകത്തിയുടെ മൂട് കൊണ്ടാണ്, മാരകമായ ഇതുകൊണ്ട് ആണ് ചെയ്തത്. അബദ്ധത്താൽ അടിച്ചതല്ല. നേരത്തെ പറഞ്ഞത് ഒരു പ്ലെയർ കൊണ്ട് അടിച്ചെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ അല്ല. ഈ സ്ത്രീയുടെ വീടിനടുത്ത് അവരൊരു സ്കൂട്ടർ എങ്ങാണ്ട് ആരോ രാത്രി വന്ന് പന്തം കൊണ്ട് നേരത്തെ കത്തിച്ചൊരു സംഭവമുണ്ട്. അപ്പോൾ അതൊരു പൂർവ്വ വൈരാഗ്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അബദ്ധവശാൽ ഒരാൾ വിളിച്ചപ്പം താൻ അവരുമായിട്ട് വഴക്കുണ്ടാക്കി അടിച്ച് അബദ്ധത്തിൽ മരിച്ചു പോയെന്നാണ് ആദ്യത്തെ അയാളുടെ മൊഴി. പക്ഷേ ഇപ്പോൾ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ടുണ്ട്, അവരെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്, അവരെ ഡെഡ് ബോഡി ഇനി കാണാത്ത രീതി അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മൊബൈൽ കിട്ടിയിരുന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് തെളിയാനുള്ള വളരെ ബുദ്ധിമുട്ട് വന്നേനെ. കാരണം ആരൊക്കെയായിട്ടാണ് ഇവർക്ക് ബന്ധമെന്നും ഇയാൾക്കത് പറഞ്ഞു ഒഴിയാൻ പറ്റുമായിരുന്നു. ആ മൊബൈലിൽ നിന്നാണ് പോലീസ് ഇതിലേക്ക് ലീഡ് കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു. ഏതായാലും വിജയലക്ഷ്മിയുടെ മരണം കൊലപാതകം ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. നിങ്ങൾ പലരും പല ആൾക്കാരുമായിട്ട് ഇതുപോലെ ബന്ധങ്ങളുണ്ട്. പലരും വീട്ടിൽ രഹസ്യമായിട്ട് പോകും. ചിലപ്പോൾ അവിടെ ഒരു മർഡർ ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ ഡെഡ് ബോഡി അവർ തന്നെ നശിപ്പിച്ച് കത്തിച്ച് കളയുന്ന ധാരാളം സംഭവങ്ങൾ ആലപ്പുഴയിൽ തന്നെ 2-3 ആയി ഈ ഒരു 3-4 മാസത്തിനിടയിൽ. ഇതുപോലെ ആൾക്കാരെ തീർത്ത് കത്തിച്ച് അല്ലെങ്കിൽ കുഴിച്ചിട്ട സംഭവങ്ങൾ 2-3 ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ശ്രദ്ധിക്കണം. ഒറ്റയ്ക്ക് താമസിക്കുന്ന മറ്റുള്ള ചില ആൾക്കാരുമായിട്ടുള്ള ബന്ധമുള്ള സ്ഥലങ്ങളിൽ പോയി കിടക്കുമ്പം അപകടം മണക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇതുപോലൊരു അബദ്ധങ്ങൾ ഉണ്ടാകാതെ. പല സ്ത്രീകളും നമുക്കറിയാം പല അമ്പലങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. വേറെ ചില ആൾക്കാരോടെ പോകുന്നുണ്ട്. ചില ലോഡ്ജുകളിലൊക്കെ പോയി താമസിക്കുന്നുണ്ട്. വിജനമായ സ്ഥലങ്ങളിലും ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി ഇതുപോലെ കൊന്നു കുഴിച്ചുമൂടിയെ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതേതായാലും ആ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് കണ്ടെത്തിയത്.